കുറച്ചേറെ വർഷങ്ങളായി ബ്ലാസ്റ്റേഴ്സിൻ്റെ വിശ്വാസം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ കാണൂ. അതൊരു പക്ഷേ ആ താരം ഈ ലോകത്തിലെ മികച്ച കളിക്കാരനായിട്ടായിരുന്നില്ല. അയാൾ തൻ്റെ ഫുട്ബോൾ ജീവിതത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനും അവരുടെ ആരാധകർക്കും നൽകിയ പിന്തുണയും ആത്മവിശ്വാസവും ആത്മസമർപ്പണബോധം കൊണ്ട് മാത്രമാണ്. വ്യക്തമായി പറഞ്ഞാൽ അയാൾ തൻ്റെ രാജ്യത്തിനെന്ന പോലെ നമുക്ക് വേണ്ടി ISL മൈതാനങ്ങളിൽ വിയർപ്പൊഴുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അനീതിക്കെതിരെ നമ്മുടെ ശബ്ദമായി സംസാരിക്കുകയായിരുന്നു. കൂടാതെ ചില രാത്രികളിൽ നമുക്കനുകൂലമായി വിധിയുണ്ടാകുവാൻ തളർച്ചയിലും തളരാതെ നിരന്തരം പോരടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേ വരെ ബ്ലാസ്റ്റേഴ്സ് കുപ്പായം അണിഞ്ഞവരിൽ ഏറെ വ്യത്യസ്തനായിരുന്നു അയാൾ. അയാളുടെ ബൂട്ടിൽ നിന്നും അത്ഭുതങ്ങളും മാന്ത്രികതയും ഓരോ ദിനരാത്രങ്ങളിലും പുലർന്നുകൊണ്ടേയിരുന്നു. എതിർകൂടാരത്തിലേക്ക് സഹതാരങ്ങളെ കൊണ്ട് അയാൾ നിറയൊഴിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആരാധകരുടെ പൾസിനെ നിയന്ത്രിക്കുന്ന ഒരാൾ. ചുരുങ്ങിയ വർഷം കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മാറുകയായിരുന്നില്ല, അയാൾ ബ്ലാസ്റ്റേഴ്സിനെ മാറ്റിയെടുക്കുകയായിരുന്നു. കൂടെ കിരീടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന ലക്ഷ്യത്തിലേക്കും വിശ്വാസത്തിലേക്കും ആരാധകരുടെ മനസ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അയാളില്ലാത്ത മത്സരങ്ങൾക്ക് ഒരു ആരാധകൻ്റെയും മനസ്സും ആഗ്രഹിച്ചിരുന്നില്ല. തോറ്റാലും ജയിച്ചാലും അയാളുടെ സാന്നിധ്യം അവർക്ക് ആവേശമേകി, വിശ്വാസമേകി. അതെ, ഒരു അർദ്ധരാത്രിയിൽ ബ്ലാസ്റ്റേഴ്സിലേക്കും ISL മൈതാനങ്ങളിലേക്കും കടന്നു വന്ന ഉറുഗ്വേൻ താരം ബ്ലാസ്റ്റേഴ്സുകാർക്ക് മാത്രമായിരുന്നില്ല, ISLൻ്റെ ചരിത്രം പോലും മാറ്റി കുറിക്കാൻ എത്തിയതായിരുന്നു. അതെ, ദ മാൻ, അഡ്രിയാൻ നിക്കോളാസ് ലൂണ. ഒരു മൂന്നാമത്തെ ഗോളാണ് ഈ ധനമാസ രാത്രിയിൽ തിലക് മൈതാനത്തിന് മീതെ അഡ്രിയാൻ ലൂണ. പലരും വന്നു പോയതുപോലെയായിരുന്നില്ല ലൂണ ഉണ്ടാക്കിയെടുത്തോളം. അത് മറ്റൊരു തലത്തിലായിരുന്നു ISL ചരിത്രങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഫ്രീ കിക്കുകളും ഡിപ്പിംഗ് ഷോട്ടുകളും ക്രോസും ത്രൂ ബോളുകളും ISL മാച്ചിൽ പുറങ്ങളിൽ അങ്ങനെ നിരന്തരം വിരിഞ്ഞുകൊണ്ടേയിരുന്നു. അത് പുതിയ വിപ്ലവത്തിന് പോലും തുടക്കം കുറിച്ചു. അന്നേ മുതൽ ആരാധകർക്കിടയിൽ അയാൾക്ക് പുതിയ നായക വേഷവും ലഭിച്ചു. ചുരുങ്ങിയ വർഷം കൊണ്ട് ISL ആരാധകൻ്റെയും ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ്റെയും മനസ്സിൽ അഡ്രിയാൻ ലൂണ എന്ന മനുഷ്യൻ മികച്ചവനായി വാഴ്ത്തപ്പെട്ടു. പലരും തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുവാൻ പലകുറി ശ്രമിച്ചെങ്കിൽ പോലും അയാളുടെ ഫുട്ബോൾ ജീവിതത്തിലെ സ്വപ്നവും ആഗ്രഹവുമെല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായക്കാരുടെ ഒപ്പം തന്നെയായിരുന്നു. അത് പിന്നീട് വലിയ ഐതിഹാസികതയായി മാറി. ബ്ലാസ്റ്റേഴ്സ് അന്നേ വരെ ചരിത്രത്തിൽ കണ്ടവരെക്കാളെല്ലാം അയാൾ മികച്ചവനായി മാറി. അവരുടെ ചരിത്രത്തിൽ അവർ അവനെ ഗോട്ടെന്ന് വിശേഷിപ്പിച്ചു. അതെ, രക്ഷകനായി അവതരിച്ചവൻ പിന്നീട് അവരുടെ നായകനായി മാറുകയായിരുന്നു. എന്നാൽ ഈ വരുന്ന ISL സീസൺ എങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത്? ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അനീതികേടിന് ഇരയാകുന്ന ISLൻ്റെ നിലവാരം എന്താണെന്ന് പോലും ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ റിലീസ് ചെയ്യപ്പെട്ട താരങ്ങൾക്കിടയിൽ ബ്ലാസ്റ്റേഴ്സിന് അയാളെ കൂടി പടിയിറക്കി വിടേണ്ടി വരുന്നുണ്ട്. കൂടെ നിരവധി താരങ്ങളെ കൂടാരത്തിലേക്ക് എത്തിക്കുമ്പോഴും തുലനം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ആരത്തോടെ രോക്ഷം നിയന്ത്രിക്കാൻ കഴിയുമ്പോഴും അയാളില്ലാത്തൊരു സീസൺ അംഗീകരിക്കാൻ സാധിക്കാതെ ആരാധകർ നിൽക്കുകയാണ്. അതെ, അയാളില്ലാതെ അവരെങ്ങനെയാണ് ആ മഞ്ഞക്കുപ്പായക്കാരുടെ കളി കാണുക? അത് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. അതെ, എനിക്കറിയാം ഇതിനൊരു മറുവശം കൂടിയുണ്ട് എന്ന്. ഇതെല്ലാം ഫുട്ബോളിൽ പതിവ് കാഴ്ചകളാണെന്ന്. എന്നാൽ അഡ്രിയാൻ നിക്കോളാസ് ലൂണ അതൊരു പതിവ് കാഴ്ചയായിരുന്നില്ല. ആ കാഴ്ചയിലൂടെ ബ്ലാസ്റ്റേഴ്സ് സുരക്ഷിതമായിരുന്നു. കിരീടങ്ങൾ സ്വപ്നം കാണുവാൻ അയാൾ നമ്മെ പഠിപ്പിച്ചിരുന്നു. അയാളില്ലാതെ അയാൾക്ക് പകരം മറ്റൊരു ലൂണ പുനർജനിക്കുമോ എന്നതുപോലും ചിന്തകൾക്കതീതമാണ്. അതുകൊണ്ടുതന്നെ ഈ സീസണിൽ അയാളില്ലാതെ ഓരോ മത്സരം കാണുമ്പോഴും തലച്ചോറിൽ അയാളുടെ നിമിഷങ്ങൾ ഇങ്ങനെ കലങ്ങി മറയുക തന്നെ ചെയ്യും. ഇത് നടക്കില്ല എന്നറിയാമെങ്കിലും ഓരോ ആരാധകരും ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. ഇപ്പോൾ ടീം മികച്ചതാണെങ്കിൽ പോലും അയാളെ കൂടി തിരിച്ചെത്തിക്കേണ്ടതുണ്ട്. തിരിച്ചെടുക്കാമെന്നൊരു ക്ലോസ് നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് അയാളെ കൂടി എത്തിച്ചുകൂടാ എന്നുള്ള ആരാധകരുടെ ചോദ്യങ്ങളിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം അതെങ്ങനെ ചിന്തിപ്പിക്കുന്നതും അയാൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതിനും അയാളെ കൊണ്ടുവന്നുകൂടെ എന്ന ചോദ്യത്തിനും ഉത്തരം ഒന്നു തന്നെയാണ്. അതെ, അഡ്രിയാൻ ലൂണ അയാൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാമായിരുന്നു, ആത്മാവായിരുന്നു. അയാൾ ഞങ്ങളുടെ നായകനായിരുന്നു. അതേ ലൂണ, നിങ്ങൾ ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈ സീസണിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നറിയാം. പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ ഓർമ്മകളിലായിരിക്കും. അറിയാതെ പലപ്പോഴും ഞങ്ങളുടെ മനസ്സ് ഇങ്ങനെ മന്ത്രിക്കും. അതെ ലൂണ,
നിങ്ങളുണ്ടായിരുന്നുവെങ്കിലെന്ന്. കൊച്ചി സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുകയാണ്. മണ്ണിന്റെ പ്രാർത്ഥനാലാവണ്യം പോലെ, വിണ്ണിന്റെ ആശംസകൾ പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന ഗോൾ. കഴിഞ്ഞ സീസണിലെ ഫൈനൽ തോൽവിക്ക് അതിന്റെ ഇരുളിന്മേൽ പതിക്കുന്ന പ്രതീക്ഷയുടെ ആദ്യത്തെ രശ്മി